സാർ, കായിക മേഖലയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 3000 കോടി രൂപയുടെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 711 കായിക താരങ്ങൾക്ക് നിയമനം നൽകി. സാർ, കായിക യുവജനകാര്യ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് 145.39 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 18 കോടി രൂപ അധികമാണ്. സാർ, സ്പോർട്സുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സഹായങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ വിവിധ മാർഗ്ഗങ്ങളിലൂടെ വിഭവം സമാഹരിച്ചൊരു കായിക വികസന ഫണ്ട് രൂപീകരിക്കുന്നതാണ്. ഇതിനായി 8.4 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, ഈ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള സ്വകാര്യ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അത്യാധുനിക കായിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനായി ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ, റെനോവേറ്റ്, മോഡേണൈസ്, ഓപ്പറേറ്റ് തുടങ്ങിയ മാതൃകകൾ നടപ്പിലാക്കുകയും ചെയ്യും. സർ, കേരള സർവകലാശാലയ്ക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപ അനുവദിക്കുന്നു. കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി 18.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, തിരുവനന്തപുരത്ത് GV രാജ സ്പോർട്സ് സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും വേണ്ടി 14.5 കോടി രൂപ മാറ്റിവെക്കുന്നു. എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് 18 കോടി രൂപ വകയിരുത്തുന്നു. 124 പഞ്ചായത്തുകളിലാണ് കളിക്കളം ഒരുക്കുന്നത്. 4 കളിക്കളങ്ങൾ പൂർത്തിയായി. 91 കളിക്കളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സാർ, 450 തദ്ദേശ സ്ഥാപനങ്ങളിൽ കളിക്കളം ആരംഭിക്കാനായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. സാർ, സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്പോർട്സ് ഉപകരണ വ്യവസായത്തിനായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 39 കോടി രൂപയും യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ പ്രവർത്തനത്തിന് 17 കോടി രൂപയും വകയിരുത്തുന്നു. കായിക ക്ഷമതാ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 24.58 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ ഘട്ടമാണിത്. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതിയായ റോബോട്ടിക് സർജറി റീജിയണൽ ക്യാൻസർ സെൻ്ററിലും മലബാർ ക്യാൻസർ സെൻ്ററിലും ആരംഭിച്ചു. സാർ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 25.17 ലക്ഷം പേർക്ക് 6788 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി. സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതികളായ കാസ്പ് വഴി 24.06 ലക്ഷം പേർക്ക് 6271 കോടി രൂപയുടെയും കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് വഴി 62,192 പേർക്ക് 473 കോടിയുടെയും ആരോഗ്യകിരണം വഴി 8.49 ലക്ഷം കുട്ടികൾക്ക് 1736 കോടി രൂപയുടെയും ചികിത്സ നൽകി. 3.5 വർഷം കൊണ്ട് KMSCL വഴി 2700 കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകളാണ് സാർ വിതരണം ചെയ്തത്. സാർ, രാജ്യത്ത് ആദ്യമായി ജില്ലാ തല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയ സ്ഥാപനമായി എറണാകുളം ജനറൽ ആശുപത്രി മാറി. സാർ, നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന G-ഗേറ്റർ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു. സർ, സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയതിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം ലഭിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ 28 പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചു. സർ, വൈദ്യ ശുശ്രൂഷ പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം 2915.49 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 97.96 കോടി രൂപ അധികമാണ്. സർ, പകർച്ചവ്യാധി നിയന്ത്രണത്തിന് 12 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രൊജക്ട് പദ്ധതിയിൽ 335 അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചെലവിനായി 80 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രക്താതിമർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളല്ലാത്ത രോഗം ബാധിച്ച നിർധനരായ രോഗികൾക്ക് റഫർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബ് സ്ഥാപിക്കുന്നതിന് 45 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ഫൗണ്ടേഷന് 10 കോടി രൂപ കാത്ത് ലാബിനായി അനുവദിക്കുന്നു. സർ, മേജർ സർക്കാർ ആശുപത്രികളിൽ ഘട്ടം ഘട്ടമായി കാത്ത് ലാബ് സ്ഥാപിക്കൽ, നിലവിലുള്ള കാത്ത് ലാബുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, തീവ്ര പരിചരണ വിഭാഗങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി 3 കോടി രൂപ വകയിരുത്തുന്നു.